ത്തിൽ വെച്ച് തന്നെ യേശുവിനെ പോലെ ആയിത്തീരാനുള്ള കൃപയാണ് ഒരു സ്നേഹിക്കുന്ന വ്യക്തിക്കുള്ളത്. കൊച്ചു ത്രേസ്യയെ സ്നേഹിതയുടെ പ്രേക്ഷിത എന്ന് വിളിക്കുന്നത് എല്ലാവരും സ്നേഹിച്ചു എന്നുള്ള ഒരു പത്രത്തിൽ കണ്ട ഒരു ജയിൽ പുള്ളിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ച് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ ജയിൽ പുള്ളി മരിക്കുന്നതിന് മുമ്പേ ആ വ്യക്തി മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ്, വിശുദ്ധരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരെ സ്നേഹിച്ചപ്പോൾ അവർക്ക് അവരെ കീഴടക്കാൻ പറ്റുന്നുണ്ട്. കൊച്ചു പെൺകുട്ടിയായ മരിയ ഗോരത്തി അവളുടെ ജീവിതത്തിൽ കുത്തി മുറിവേൽപ്പിച്ച അലക്സാണ്ടറിനെ മരണക്കിടക്കയിൽ വെച്ച് സ്നേഹിച്ചപ്പോൾ ക്രിസ്തുവിനെ അദ്ദേഹത്തിന് കിട്ടി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തു മുഖങ്ങൾ അവർക്ക് ലഭിക്കാൻ സാധ്യമാകും. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, സ്നേഹം പിശാചിനെ ബഹിഷ്കരിക്കുന്ന ഒരു വലിയ കൃപയാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ സ്നേഹമുണ്ടെങ്കിൽ അവിടെ പിശാചിൻ്റെ ബഹിഷ്കരണങ്ങൾ സംഭവിക്കും. ഇപ്രകാരം എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത ഇതാണ്: ഹൃദയത്തിൽ സ്നേഹം കുറയുമ്പോഴാണ് ചിലർ പറയുന്നത്